ഡിസംബറിൽ വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിശ്രുത വരനും വധുവും ജീവനൊടുക്കി. കാസർഗോഡ് സ്വദേശിനിയായ അനുശ്രീയാണ് ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കർണാടകയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരിയായ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ പ്രതിശ്രുത വരനായ കണ്ണൂർ അമ്പലങ്ങാട് സ്വദേശി അമലും ജീവനൊടുക്കി. എറണാകുളത്തെ ജോലി ചെയ്യുകയായിരുന്നു മരിച്ച അമൽ. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഡിസംബറിൽ വിവാഹം നടക്കാനിരുന്നതാണ്. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ്. ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവർ കർണാടകയിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, എറണാകുളത്ത് മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തായിരുന്നു ശരിക്കും ഇവരുടെ പ്രശ്നം? ഷിഹാസ്, പൂച്ചക്കാട് കിഴക്കേക്കര സ്വദേശിനിയായിട്ടുള്ള അനുശ്രീ കർണാടക ഉൻസൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരിയാണ്. ഇന്ന് രാവിലെയാണ് അവിടുത്തെ താമസ സ്ഥലത്ത് അനുശ്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനു പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം അനുശ്രീയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കണ്ണൂർ അമ്പലത്തട്ട് സ്വദേശിയായിട്ടുള്ള 25-കാരൻ അമലിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളത്ത് ബാങ്ക് ജീവനക്കാരനാണ് അമലും. അവിടുത്തെ താമസ സ്ഥലത്ത് വെച്ചാണ് അമലിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ വിവാഹം ഡിസംബർ 26-നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്താണ് ഈ ആത്മഹത്യക്ക് കാരണമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇരു സ്ഥലങ്ങളിലെയും പോലീസ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ലഭിക്കുന്ന വിവരം അനുശ്രീ അമലിനെ വീഡിയോ കോൾ ചെയ്തതിന് ശേഷമാണ് ജീവനൊടുക്കിയതെന്ന വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ആത്മഹത്യയെ സംബന്ധിച്ച് എന്താണ് അതിന് കാരണം, വിവാഹം നിശ്ചയിച്ച ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിനെ സംബന്ധിച്ചുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്ന, നമുക്ക് വിഷമം തോന്നുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത്? എന്താണ് മരണകാരണം? വിവരങ്ങൾ പുറത്തുവരട്ടെ.